ഈ റീൽസിൽ കാണുന്നതൊന്നും റിയൽ അല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ റീൽസിൽ കണ്ടിട്ടുള്ള ഒരു റിയൽ സ്റ്റോറിയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. എല്ലാവരും കൂടി ഒരുമിച്ച് ടൺ കണക്കിന് ഫണ്ട് പറഞ്ഞ് ഒരുമിച്ച് വേണം. റെഡി 1 2 3 സ്റ്റാർട്ട്. ആരത് പറഞ്ഞേന്നാ? കരിങ്കല്ലൊന്നും അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഹൃദയമുള്ളവരാണ്. ആ ഹൃദയത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ റിയൽ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്. അപ്പൊ വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. നമ്മൾക്കൊക്കെ ഒരുപാട് പോസിറ്റീവ് എനർജി അവരുടെ ലൈഫിൽ നിന്ന് അവരുടെ സ്റ്റോറി കേട്ടാൽ തീർച്ചയായിട്ടും കിട്ടും. അങ്ങ് കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പറന്നിറങ്ങിയിട്ടുള്ള കുറച്ച് സുന്ദരി മണീസാണ്. ഞാൻ സീനത്തമ്മ, ഷീ സൈക്ലിംഗ് നാഷണൽ കോർഡിനേറ്റർ. ഞാൻ താഹിറ. ഞാൻ റഷീദ. പവിത്ര. തനുജ. റഹ്ന. ഈ ഗ്യാങ്ങില് പവിത്രയാണ് ഏറ്റവും ചെറിയ ആള്. ബാക്കിയുള്ളവരുടെ ഏജ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു 45 എബോവ് ആണ്. 50 കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതലുള്ളത്. സൈക്കിൾ ചവിട്ട് പഠിച്ചിട്ടാണ് ഇവരൊരു ഗ്യാങ് ആയത് കേട്ടാ. ആ കഥയാണ് ഇനി കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഗ്യാങ്ങിന്റെ ലീഡറാണ് സീനത്ത്. ഞാൻ എന്റെ 44ാമത്തെ വയസ്സിൽ ഒരു 3 വർഷം മുമ്പാണ് സൈക്ലിംഗിലേക്ക് വരുന്നത്. എന്റെ ഗുരു നമ്മുടെ ബൈസൈക്കിൾ തിരുവനന്തപുരം ബൈസൈക്കിൾ മേയർ പ്രകാശ് പി ഗോപിനാഥ് സാറാണ്. മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് എന്തിനാണ് തിരുവനന്തപുരത്ത് വന്നതെന്ന്. ഞങ്ങൾക്കൂടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. എന്തായാലും ഞങ്ങളുടെ എല്ലാ പട്ടാളമായിട്ട് ഇവിടെ എത്താൻ പറ്റിയ സന്തോഷം. ഒരുപാട് പേരെ സൈക്ലിംഗ് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ഷീ സൈക്ലിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. 750ഓളം സ്ത്രീകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരുവനന്തപുരം തുടങ്ങി അങ്ങ് കാശ്മീർ വരെ, ലഡാക്ക് വരെ. പിന്നെ നമ്മുടെ കോർപ്പറേഷന്റെ വകമായിട്ട് ഒരു 325ഓളം പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ടോട്ടൽ ഒരു 1000 എബവ് ആയിട്ടുണ്ടാവും. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. സൈക്കിളാണ്. സൈക്കിൾ ചവിട്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, പറക്കാണ് ഇപ്പോ. എന്താ തോന്നണേ മൊത്തത്തില്? ഞാൻ എന്റെ ജോലി, എന്റെ വീട്, കുടുംബം, കുട്ടികൾ, എന്റെ മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ ആയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ സമൂഹത്തിലേക്ക് കടന്നു വരണം, ഇങ്ങനെ ചെയ്യണം അങ്ങനൊന്നും ഞാൻ കരുതിയിട്ടേ ഇല്ല. പക്ഷെ അവിടെ നിന്ന് അത് ചവിട്ടി എടുത്ത് ഓരോ ദിവസവും ഞാൻ പോകുമ്പോൾ 2 ആഴ്ച എടുത്തിട്ട് ഞാനത് പഠിച്ചത്. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോ ദിവസവും ഞാനിങ്ങനെ മുന്നോട്ടാണ് അതിനെ ചവിട്ടി താഴ്ത്തിയ പെടല് ചവിട്ടി അങ്ങോട്ട് പറക്കലായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വരുന്ന സപ്പോർട്ടിങ്, നമുക്ക് പണമുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് ഇന്നിവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും കിട്ടും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനൊരു സംശയമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എന്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ത്രീക്കൊരു ഇതുണ്ട്, നിലനിൽപ്പുണ്ട് എവിടെയും. ഒരു ഒന്നൊന്നര ആത്മവിശ്വാസമാണ് കേട്ടാ, ഒരു ഒന്നൊന്നര ഇൻസ്പിറേഷൻ ആണ് കേട്ടാ. ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട് ഈ ഗ്യാങ്ങിലുള്ളവരുടെ കയ്യിൽ നിന്ന്. എന്തായാലും ബാക്കി കാര്യങ്ങൾ പാട്ടുകൾക്ക് ശേഷം കേൾക്കാം നമുക്ക്. അപ്പോഴേ ഇപ്പൊ നിങ്ങൾക്ക് ഏത് പാട്ടാ ഞാൻ പ്ലേ ചെയ്യേണ്ടത്? ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി പൂക്കൾ കൂടിയാടും നിലാവിൽ. അടിപൊളി. ശരി, ഇതാ പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ടൺ കണക്കിന് ഫണ്ട് കൊടുത്തേ. എനിക്ക് വണ്ണുള്ളായിരുന്നു. കുറെ പേര് പറ്റോ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എന്റെ മിസ് പറഞ്ഞ് നിങ്ങൾ നോക്കിക്കോ, നാളെ വരുമ്പോ റഷീദ ബാലൻസ് ഇട്ട് ഓടിക്കണം, നിങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു വാശിയായി. ആ പറഞ്ഞത് ഞാൻ സാധിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു ഇതായി. 15 മിനിറ്റ് കൊണ്ട് ഞാൻ അപ്പൊ തന്നെ ഞാൻ ബാലൻസ് ഇട്ട് ഞാൻ കിട്ടി. റഷീദ എന്നാ സുമ്മാവാ. ഏജ് എന്നൊക്കെ പറയണത് ജസ്റ്റ് നമ്പർ ആണ്. വീണ്ടും വീണ്ടും പലരും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പലരിൽ കുറച്ചു പേരാണ് ഇന്ന് ക്ലബ് എഫ് 94.3 ആമിയുടെ കൂടെ എത്തിയിരിക്കുന്നത്. ഷീ സൈക്ലിങ്ങിന്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചവരാണ്. അതിൽ പിന്നെ ഈ സൈക്കിൾ ചവിട്ടി യോഗയൊക്കെ ചെയ്ത പിന്നെ ഞാൻ അങ്ങോട്ട് ആ ഡിപ്രഷനൊക്കെ മാറി പിന്നെ തുറന്ന് അങ്ങോട്ട് കോൺഫിഡൻസ് വന്ന് പറക്കലായിരുന്നു. സൈക്കിൾ ചവിട്ടാൻ പഠിച്ച പിന്നെ പറക്കലാണ് എല്ലാവരും അല്ലെ? മാഡം എന്ന് പറഞ്ഞാല് നമ്മള് തന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ചവിട്ടണമെന്നുള്ള അങ്ങനെയാണ് ആ മാഡം. നമുക്ക് പുറകിൽ നമുക്ക് ആളുണ്ടെന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെയല്ല. പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ സീനത്ത് മാം പറഞ്ഞ പോലെ ഞാൻ
ശരിക്കും എൻ്റെ മക്കള്, ഹസ്ബൻഡ് അത്രമാത്രം ഒതുങ്ങി ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ നന്നായിട്ട് സൈക്കിള് നന്നായിട്ട് ചവിട്ടുന്നുണ്ട്, ബീച്ചിലൊക്കെ പോകും, ഹാപ്പിയാണ്. എൻ്റെ പേര് രഹന. ഒരു 2-3 ദിവസമായപ്പോ തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഏത് ടൈമിലും സൈക്കിളിൽ തന്നെയാണ്. ഇത്രയും പറപ്പിക്കാൻ പറ്റും അത്രയും. ഓട്ടോറിക്ഷക്കൊന്നും ഞാൻ പോകില്ല, സൈക്കിൾ തന്നെയാണ്. അതിന് പകരം ഇതാവുമ്പോ പെട്രോൾ വേണ്ട, പൊല്യൂഷൻ. പിന്നെ എക്സസൈസ് ആണ്. ടെൻഷൻ വന്നാൽ തന്നെ ഇതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരും. ചെറുപ്പത്തിലെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിച്ചു തരാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഞാൻ പഠിക്കാതിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും പഠിക്കണുണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് വാശിയായി പഠിക്കണം. എന്റെ പേര് താഹിറ. ഫസ്റ്റ് സൈക്കിളിൽ കയറുമ്പോ ഒരു കോൺഫിഡന്റും ഇല്ല. ഞാൻ 2 കാലൊക്കെ ഭയങ്കര വേദനയും വേണ്ടാന്ന് വെച്ച് 10th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ 2014 +1 +2 എഴുതി ഡിഗ്രി കയറി. അതൊക്കെ പഠിക്കാന്നുണ്ടെങ്കിൽ അതൊരു കോൺഫിഡന്റ് ആണല്ലോ നമ്മൾ നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യണല്ലോ. ഇത്രയും നമുക്ക് അത് പഠിക്കാന്നുണ്ടെങ്കിൽ ഇത് നമ്മള് പ്രാക്ടിക്കലായിട്ട് എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാന്നുള്ളൊരു വന്ന് അങ്ങനെ സീന്ത് മാം ഫസ്റ്റ് സൈക്കിൾ ഓടിയപ്പോ തന്നെ സീന്ത് എനിക്ക് അപ്പൊ സീന്ത് സന്തോഷം. ഞാനൊരു വാഹനം ആദ്യമായിട്ട് ഓടിച്ചല്ലോ, സന്തോഷം. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ചിലപ്പോൾ വിചാരിക്കും ഇതിപ്പോ എന്താ അത്ര വലിയ കാര്യം, ഒന്ന് സൈക്കിള് ചവിട്ടിയതല്ലേ, ഇതിപ്പോ ആർക്കും പറ്റില്ലേന്ന്. പക്ഷെ അങ്ങനെ ചവിട്ടാൻ പോലും പറ്റില്ല എന്ന് വിചാരിച്ച ചിലരുണ്ട്. പ്രായമൊക്കെ ഒരുപാടായി, ഇനി എന്ന്, ഇനി എങ്ങനെ എന്നൊക്കെ ചിന്തിച്ചവര്, അങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം കേട്ടാ. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രതിനിധികളായിട്ടാണ് ഇതാ ഇവര് ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ നേടിയെടുത്തിരിക്കുകയാണ്. ഈ ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പറാന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലബ് എഫ് 94.3 ആണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പാട്ടുകൾക്ക് ശേഷം കേൾക്കാം അല്ലെ. ഇവിടെ ടൺ കണക്കിന് മ്യൂസിക്, ജീവിതത്തിൽ ആദ്യമായിട്ട് സാരി ചുറ്റാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്. ചുരിദാർ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാത്തിരുന്നവരുണ്ട്, ജീൻസ് ഇടാൻ വേണ്ടിയിട്ട്, ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിലേ ഒരു കൂട്ടം സ്ത്രീകള് ആദ്യമായിട്ട് ലൈഫില് ജീൻസ് ധരിച്ചിരിക്കുകയാണ്. എന്തേ നിങ്ങൾക്ക് ജീൻസ് ഒക്കെ ഇട്ടുകൂടെ? മിസ് എപ്പോഴും എല്ലാ വസ്ത്രങ്ങളും. പക്ഷെ ഞങ്ങൾ അതിൽ നിന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നല്ല പ്രോത്സാഹനം തരും. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇത് നേരത്തെ ഇടായിരുന്നല്ലോ. അതെന്താ സംഭവിക്കാൻ കാരണം ഞങ്ങളെ നാട്ടില് ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടല്ലോ, ഞങ്ങള് ട്രബിളാണ്, ആരെങ്കിലും നെഗറ്റീവ്സ് പറയുമെന്നുള്ളത്. വേറൊരു നാടാണിത്. അപ്പൊ ഇവിടെ വന്നപ്പോഴും നമുക്ക് കുറച്ച് ഇനിയിപ്പോ ഞങ്ങളെ നാട്ടില് അത് അതിനും സീനത്ത് മാമാണ് നമ്മളെ ഡ്രസ്സിങ്ങിന്റെ. സത്യം പറഞ്ഞ ഇപ്പൊ തിരിച്ചു പോകുമ്പോ എനിക്ക് ഇടണമെന്നുണ്ട്. പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ഇവിടെ അനുവദിച്ചു തരില്ല. ചട്ടക്കൂടുകളിലാണ് നമ്മൾ ചട്ടക്കൂടി ഇപ്പോഴും ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ഇങ്ങനെ വരാൻ പറ്റിയല്ലോ, സന്തോഷമുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ ഇത് കേൾക്കുന്ന മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. അമ്മമാർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അത് അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക പറ്റാവുന്ന. പരിമിതികൾ വെക്കരുത്. നമ്മുടെ 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തുന്നവരാണ് അമ്മമാര്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും മാതാപിതാക്കളുടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും നടക്കട്ടെ എന്ന് കരുതി തുറന്ന മനസ്സോടി അനുവദിച്ചു കൊടുക്കുക. അതെന്റെ റിക്വസ്റ്റ് ആണ്. പ്രകാശേട്ടാ, ഈ സീനത്തിന് നമുക്ക് ട്രിവാൻഡ്രത്തിന് അങ്ങോട്ട് ദത്തെടുത്താലോ? അവിടെ നിങ്ങളുടെ ദത്തെടുക്കാം. പിന്നെന്താ, സീനത്തെ ദത്തെടുക്കട്ടെ നമ്മള്. തീർച്ചയായിട്ടും ഞാൻ എവിടെ വേണമെങ്കിലും റെഡി ആയിട്ട് നിൽക്കണം. അത് ഭയങ്കര വ്യത്യാസം. നമ്മൾ ട്രിവാൻഡ്രത്തോടെ കുറച്ചുകൂടെ എന്താണ് പ്രോഗ്രസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പഠിച്ച വിദ്യാഭ്യാസം പറയുകയാണെങ്കിലും ഇവിടെ ഇത്രയും സ്ത്രീകള്, ഞാൻ കുറെ വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തതാണ് സൈക്ലിങ്ങും അല്ലാതെയൊക്കെ ബന്ധപ്പെട്ടിട്ട്. നമുക്ക് രാവിലെ ചവിട്ടാനൊന്നും സൈക്കിൾ കിട്ടത്തില്ല, പ്രത്യേകിച്ച് സ്പോർട്സ് കുട്ടികളെ കിട്ടും, അല്ലാതെ കിട്ടാറില്ല. ഈ വീട്ടമ്മമാരെ സാധാരണ വീട്ടമ്മമാരെ കിട്ടാറില്ല. പക്ഷേ ഫോട്ടോ വെച്ചിൽ ഒരു 10-25 ഡെയിലി അല്ല സൺഡേസ് ചവിട്ടാന്ന് വെച്ചാൽ പിന്നെ അതാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ പലരും മുന്നോട്ട് വരുമായിരിക്കും തോന്നുന്നു. എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. ഇനിയത്തെ എന്റെ ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ റൂറൽ അർബൻ ഏരിയയിലും പോയി സ്ത്രീകളെ ഇതേപോലെ തന്നെ കൊണ്ടുവരാന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഞങ്ങളുടെ സാറിന് ഒരു ജീപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് ടെസ്റ്റിന് വെച്ചുമാണ് ഈ സൈക്ലിങ്ങിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടെ കൂട്ടിയ 4 സൈക്കിളും അതിലേക്ക് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതും കൂടി കയറ്റിക്കൊണ്ട് എല്ലായിടത്തും പോയി 5 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇരിക്കാനാണ് ഇങ്ങനെ കൊണ്ടുവരാം.
സൈക്കിൾ ചവിട്ടുക എന്നുള്ള ഒരു ആഗ്രഹം അതങ്ങോട്ട് റിയൽ ആയിട്ട് വന്നപ്പോ കൂടെ ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ കൊതിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികളാണ് ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് ബീച്ച് കണ്ടവർ, ആദ്യമായിട്ട് ജീൻസ് ഇട്ടവർ, ആദ്യമായിട്ട് ഒരുപാട് ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്തവർ. നിങ്ങളിൽ ഒരാളാണ് ഇവരാണ് നിങ്ങൾ. ഇത്ര തന്നെയായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ഒരു ഗ്യാങ്, വീട്ടമ്മമാരുടെ ഇങ്ങനെ ഒരു സൈക്കിൾ ഗ്യാങ് നമ്മുടെ ട്രിവാൻഡ്രത്ത് പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്നാണ്. തീരത്ത് റെഡിയാണ് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കാനൊക്കെ. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇപ്പൊ കേട്ടിരിക്കാം. പാട്ട് എത്തിയിരിക്കുകയാണ് ക്ലബ് FM 94.3 ആമിയാണ് കൂടെ. ഇവിടെ ടൺ കണക്കിന് ഫാൻ.